ആദമിന്റെ മക്കൾ ആഗ്രഹിക്കുമെന്ന് ഔകമാ ഖാല റസൂലുള്ളാഹി ഹബീബായ തങ്ങൾ പറഞ്ഞ വാക്കാണ്. സുഹൃത്തുക്കൾ ആലോചിച്ചു, എത്ര വലിയ വലിയ വണ്ടികളുള്ളവർ ചില സമയത്ത് ഇപ്പം നമ്മുടെ ബ്രൂണയിലെ രാജാവിന് 7000-ഓളം ആഡംബര വാഹനങ്ങളുണ്ട്. ഒരു വണ്ടിയിൽ നിന്ന് അല്ലെങ്കിൽ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് എടുക്കണമെങ്കിൽ 1.5 മണിക്കൂർ സമയമാവും. 1.5 മണിക്കൂർ സമയമാവും. പലപ്പോഴും അദ്ദേഹം യാത്ര ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടിയ വാഹനത്തിൽ യാത്ര ചെയ്യാൻ പറ്റാതെ ലോക്കൽ വണ്ടിയിലാണ് പോകുന്നത്. കാരണം അത് ഇവിടെ വരുമ്പോഴേക്ക് സമയമാവും. ബാക്കി കിടക്കുന്ന വണ്ടി എടുത്ത് ഫ്രണ്ടിലുള്ളത് മാറ്റം സമയമാവും. ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആഡംബര വാഹനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പൊ നമ്മുടെ വീടുകളിലൊക്കെ വണ്ടികൾ കാണും. വലിയ BMW ഒക്കെ വാങ്ങിയിട്ടിട്ട് ഗൾഫിലേക്ക് പോകും. ഭാര്യയ്ക്ക് വയറുവേദന വന്നാൽ ശങ്കുണ്ണിയുടെ ഓട്ടോറിക്ഷ വിളിക്കണം, വാ 10 റുപ്യക്ക്. എന്താ നിങ്ങൾക്ക് വണ്ടി ഉണ്ടല്ലോ മോനെ, ഓടിക്കാരുമില്ലാണ്ട് അത് ചാവിയൊന്നും ഇല്ലാത്തൊരു സൈസ് വണ്ടിയാണ്. അത് എവിടെ നിൽക്കണമെന്ന് തന്നെ നമുക്കറിയില്ല സംഭവം. അതെന്താണെന്നറിയില്ല. അതെത്ര 4 കോടിയോ 10 കോടിയോ 6 കോടിയൊക്കെ അവിടെ കിടക്കുന്നത്. നീ ആ ഓട്ടോറിക്ഷ എന്റെ വയറ് BMW നോക്കിയിരുന്നാൽ തീരുവല്ല സംഭവം. ആവശ്യത്തിന് അങ്ങനെ നടക്കുക നമ്മുടെ നാട്ടിൽ. ഇത്ര വലിയ സമ്പന്നന്മാരെ ഓട്ടോറിക്ഷ വിളിച്ചു പോവാ. ഇനി ബൈക്കിൽ പോകുന്ന സമ്പന്നന്മാരുണ്ടല്ലോ. കാരണം എന്ന് പറഞ്ഞാൽ എറണാകുളം സിറ്റിയിലൂടെ ആവശ്യങ്ങൾക്ക് ഓഫീസിൽ ഇത്ര സമയത്ത് എത്ര ഭയങ്കര മീറ്റിംഗ് നടക്കാണ്. ഈ വണ്ടി എങ്ങനെ പോകും? അന്നേരം പെട്ടെന്ന് അവിടുത്തെ സർവന്റിനെ വിളിച്ചത് ബൈക്കുമായിട്ട് ഞാൻ കയറി വരാം. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് കുത്തിക്കറ്റി പോകും. 9 കോടിയുടെ ഓടി കാറുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പക്ഷെ സംഭവം എന്താ? ആവശ്യം വന്നപ്പം 40,000 രൂപയുടെ ബൈക്കാണ് അവിടെ പ്രയോജനപ്പെട്ടത്. ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ബീവേ മത്തിക്കറിയും പൂളയും കൂടിയിട്ട് എത്ര നാളായി റാഹത്തായിട്ട് സ്വസ്ഥമായിട്ടിരുന്നത്. വലിയ വലിയ സമ്പന്നന്മാർ രാവിലെ കഴിക്കുന്ന നാസ്ത എന്താണ്? ഒരു കേക്കും 2 ബിസ്ക്കറ്റും 1 കട്ടൻ ചായ. എത്ര കോടിയുണ്ട്? 1699 കോടി ബാക്കി കിടപ്പുണ്ട്. നമ്മളൊക്കെ എന്താ നല്ല റാഹത്തായിട്ട് നല്ല സൂപ്പറായിട്ട് നല്ല പൊറോട്ടയോ നല്ല കറിയോ അല്ലെങ്കിൽ നല്ല കപ്പയോ പൂളയോ നല്ല വിശാലമായിട്ട് റാഹത്താണ്. ടെൻഷൻ ഇല്ലല്ലോ. മറ്റൊരു കഴിക്കാൻ പറ്റില്ല. ഷുഗർ 450 എങ്ങനെ കഴിക്കും? പറഞ്ഞിട്ട് കാര്യമില്ല. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. നമ്മളാന്നല്ല മന്തിയോ കുഴിമന്തിയോ ആട് പുഴുങ്ങിയതോ കൊണ്ടുപോകാൻ ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ്. കൊളസ്ട്രോൾ 360. അതൊക്കെ ഇത് കഴിക്കാത്ത കൊണ്ട് അത് കഴിച്ചപ്പോഴും മാറുമല്ല. എന്നിട്ട് നമ്മളൊരു മസാലയും കണ്ടെത്തും. കാരണം ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ കുഴിമന്തി എന്ന് പറഞ്ഞാൽ ആടൊക്കെ ഉരുക്കി അതിൻ്റെ എല്ലാ കൊളസ്ട്രോളും ഒഴുകി പോയി കഴിഞ്ഞു. അതുകൊണ്ട് റാഹത്താണ് അത് കഴിക്കാൻ, കുഴപ്പമില്ല. കഹുവ അടിച്ചാൽ മതി. നമ്മൾ തന്നെ മസാല കണ്ടെത്തുകയാണ്. ലാസ്റ്റ് അടിയത്തപ്പോഴും കഹുവ അടിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് കൊളസ്ട്രോളൊക്കെ വേണമെങ്കിൽ ജർജറിന്റെ ഇലയിരുന്നോ റാഹത്തായി, വളരെ റാഹത്തായി. നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട കുടിലുകളിലൊക്കെ പഴങ്ങഞ്ഞു കുടിക്കുന്നു. ഒരസുഖവും ഇല്ല. ഒരസുഖം. നമ്മൾ മട്ടൻ ചാപ്സും മട്ടൻ സ്റ്റ്യൂ ഒക്കെ ഇട്ട് കഴിക്കുന്നതോടെ നമുക്ക് പല പല രോഗങ്ങളാണ്. പഴങ്ങഞ്ഞിയിൽ നിന്ന് ഏറ്റവും വലിയ മരുന്നുകൾ ഉണ്ട് എന്ന് പോലെ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ നിസ്സാരമായി തള്ളുന്ന സാധനങ്ങൾ, നിസ്സാരമായി തള്ളുന്ന ചക്ക, ആ ചക്കയിൽ പോലും ജാക്ക് ഫ്രൂട്ട് അതുപോലും ഒന്ന് ഭയങ്കര വിലയാണ്. നാട്ടിൽ നമ്മൾ പണം കൊടുത്ത് വാങ്ങുന്ന ഒരവസ്ഥയിലേക്കാണ്. ആർക്കും വേണ്ടാത്ത ക്യാൻസർ പോലുള്ള മാരകമായ രോഗങ്ങളെല്ലാം ആ ചക്കയിലൂടെ മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് ഗവേഷകർ പോലും കണ്ടെത്തിയിരിക്കുകയാണ്. നമ്മുടെയൊക്കെ വളപ്പിൽ വെറുതെ വീട് നഷ്ടപ്പെട്ടു പോകണം. ഇപ്പൊ താഴെ കിടക്കുന്ന ചക്കക്കൂര് എടുത്തുകൊണ്ട് ആരെങ്കിലുമൊക്കെ പറയും ഗ്യാസാണ്. ഗ്യാസ് പോകാൻ പറ്റിയ സാധനമാണ്. ഇത് ഗ്യാസ് ഉണ്ടാക്കുന്ന സാധനമല്ല, ഇത് ഗ്യാസ് പോകാൻ പറ്റിയ സാധനമാണ്. അത് നമ്മളങ്ങനെ ഏതൊരു കാര്യങ്ങൾ ഏതൊരു നിയത്തിൽ കഴിക്കുന്നോ അത് തന്നെ അവന് സംഭവിക്കും. അതാണ് എൻ്റെ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ കഴിക്കേണ്ട ഫമൻകാനത്ത് നിയത്തുഹു ഫമൻകാനത്ത് ഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി. ആരുടെ ഒരാളുടെ നിയത്ത് അല്ലാഹുവിലേക്ക് റസൂലിലേക്കാണെങ്കിൽ അവൻ റസൂലിലേക്ക് എത്തും. ഫമൻകാനത്ത് ഹിജ്റത്തുഹു ഇലംറഅത്തിൻ യൻകിഹുഹാ ഔ യതസവ്വജുഹാ. ഒരാളുടെ ഉദ്ദേശവും നിയത്തും ഒരു പെണ്ണിനെ വിവാഹം കഴിക്കലാണ്, ആ പെണ്ണിനെ സ്നേഹിക്കലാണെങ്കിൽ യതസവ്വജുഹാ അതും അവന് സാധിച്ചു കൊടുക്കും അല്ലാഹു തആല. അതാണ് അതിന്റെ നിയമം. അപ്പൊ നമ്മളൊരു ഭക്ഷണം എടുത്തിട്ട് ഇത് ഗ്യാസ് ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ട് തിന്നാൽ അതുകൊണ്ട് ഗ്യാസ് ഉണ്ടാവും എന്ന് ഉറപ്പാണത്. ഉറപ്പായിട്ട് ഗ്യാസ് ഉണ്ടാവും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന രോഗങ്ങൾ മാറിക്കിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് കബൂലാകും. നിങ്ങൾ സംസം വെള്ളം കുടിച്ചാൽ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ സംസം വെള്ളം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഇങ്ങനെയാണല്ലോ കുടിക്കുക എന്ന് പറയുമ്പോൾ അതല്ല എടുത്ത ഉടനെ തണുപ്പ് ഇത് കുടിച്ചു കഴിഞ്ഞാൽ ശ്വാസം മുട്ടൽ ഉണ്ടാവും, കുടിക്കണ്ട. കുടിച്ച ഉടനെ ശ്വാസം മുട്ടൽ ഉണ്ടാവും. കാരണം എന്താ? നിന്റെ നിയത്ത് ശ്വാസം മുട്ടൽ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടാണ്. ഇത് പറഞ്ഞെടുത്താണ് മനസ്സിലാവുന്ന ഒരാളുകൾക്ക്. നമ്മൾ ആരുടെയും കട്ടുമോടിച്ചു ഒന്നുമല്ല കഴിക്കുന്നത്. നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കി തിന്നുന്ന പൈസയാണ്. അതുകൊണ്ടാണ് നമ്മൾ കഴിക്കുന്നത്. അത് കഴിക്കുമ്പോൾ അത് ഹലാലിന്റെ പണമാണ് എങ്കിൽ നീ ഭയപ്പെടേണ്ട. അതിന്റെ നിയമത്തോടു കൂടി കഴിക്കുക, ബിസ്മി ചൊല്ലി കഴിക്കുക, ഇടയ്ക്കിടയ്ക്ക് അല്ലാഹുവെ ശുക്ർ ചെയ്യുക. ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം അല്ലാഹുവിന് വേണ്ടി ശുക്ർ ചെയ്യുക. അൽഹംദുലില്ലാഹ്, അല്ലാഹു അതിൽ ബർക്കത്ത് ചെയ്യും. ഇത് നിന്ന് നടന്നു തിന്നുക, ഇടത്തെ കൈ കൊണ്ട് തിന്നുക,
കക്കൂസി പോയിരുന്ന പിന്നെ അങ്ങനെ അള്ളാന്റെ ബർക്കത്തുണ്ടാവും? എങ്ങനെ ബർക്കത്തുണ്ടാകും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞു, ഒരാൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലാതെ ഭക്ഷണം കഴിച്ചാൽ ഖാല ശൈത്താനു ലിഅവാനിഹി, പിശാച് തന്റെ അനുയായികളെ വിളിച്ചിട്ട് പറയും, അദ്റക്തുമുൽ മബീത വൽ അശാ, എല്ലാവരും കടന്നു വരണം, ഇന്ന് നമുക്ക് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ കിടന്നുറങ്ങാം, ഇന്ന് ഉറങ്ങാനും ഇദ്ദേഹം നമുക്ക് വലിയ സദ്യയും ഒരുക്കിയിട്ടുണ്ട്, എല്ലാവരും ഇങ്ങോട്ടേക്ക് കടന്നു വരണമേ. ശൈത്താൻ വിളിച്ചു പറയുമ്പോൾ നബിന റസൂലുള്ളാഹി എപ്പോ ബിസ്മി ചൊല്ലാതെ ഭക്ഷണം കഴിച്ചാൽ ശൈത്താൻ പറയുന്ന വാക്കാണ്. അപ്പൊ നമ്മളിരുന്ന് ബിസ്മി അല്ലാതെ ഭക്ഷണം കഴിച്ചിട്ട് അന്ന് രാത്രി ആ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അല്ലെങ്കിൽ നേരം വെളുക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, നമ്മുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും, മക്കളും മാതാപിതാക്കൾക്കും ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും, കൂട്ടത്തിൽ കിടക്കുന്ന കൂട്ടുകാർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും, റൂം ബോയ്കൾ തമ്മിൽ, റൂം ഫ്രണ്ട്സുകൾ തമ്മിൽ എല്ലാവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എപ്പോ ബിസ്മി ചൊല്ലാതെ ഭക്ഷണം കഴിച്ചാൽ. ആരെങ്കിലും ഇനി ബിസ്മി ചൊല്ലി ഭക്ഷണം കഴിച്ചാൽ പിശാച് തന്റെ അനുയായികളോട് വിളിച്ചു പറയും അത്രേ, ലാ മബീത ലക്കും വലാ അശാ, നിങ്ങളാരും ഇങ്ങോട്ട് വരേണ്ടതില്ല, നിങ്ങൾക്ക് ഇവിടെ ഒരു സൗകര്യവുമില്ല. ബിസ്മി ചൊല്ലാതെ ഭക്ഷണം കഴിച്ചാൽ, ബിസ്മി ചൊല്ലി ഭക്ഷണം കഴിച്ചാൽ, ബിസ്മി ചൊല്ലി ഭക്ഷണം കഴിച്ചാൽ പിശാച് വിളിച്ചു പറയും, ഇങ്ങോട്ട് ആരും വരണ്ട, ഇന്ന് നിങ്ങളുടെ ഭക്ഷണമില്ല, ഇന്ന് നിങ്ങളുടെ ഉറങ്ങാനും സൗകര്യമില്ല, എല്ലാവരും പോയിക്കോ, എല്ലാവരും. ആ വീട്ടിൽ ബർക്കത്തുണ്ട്, ആ വ്യക്തിയിൽ ബർക്കത്തുണ്ട്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് അള്ളാഹുവിന്റെ ഭാഗത്തുള്ള രോഗമുണ്ടാകുന്നത്. നമ്മൾ ചിന്തിക്കാത്തതുകൊണ്ട്, സുഹൃത്തെ, മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. നമ്മുടെയൊക്കെ കല്യാണ വീടുകളിലൊക്കെ ഇന്നത്തെ ആഡംബരനുസരിച്ച് നിന്ന് തീറ്റി തുടങ്ങിയില്ലേ? നിന്ന് തീറ്റി ആര് പഠിപ്പിച്ച സംസ്കാരമാണ്? യൂറോപ്യൻ സംസ്കാരമാണ്, നമ്മുടെ സംസ്കാരം അല്ലാതെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, യതി അലന്നാസി ലാ തഖൂമു സ്സാഅ ഹത്താ തഅഖദ ഉമ്മതി മാ ഖദൽ ഉമം, എന്റെ സമുദായത്തിലെ ഒരു വിഭാഗം ആളുകൾ പാശ്ചാത്യ സംസ്കാരത്തെ കിടപിടിക്കുന്ന കാലഘട്ടം വരാതെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. ശിബ്റൻ ബിശിബ്രിൻ വദിറാൻ ബിദിറാ, ചാണോട് ചാണിഞ്ചോട് ഇഞ്ച് അവരെ കിടപിടിക്കുന്ന ഒരു കാലം വരാതെ ലാ തഖൂമു സ്സാഅ, ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. ഉടനെ സ്വഹാബാക്കൾ ചോദിച്ചു, നബിയേ, പേർഷ്യക്കാര് ചെയ്തതുപോലെയാണോ, റോമക്കാര് ചെയ്തതുപോലെയാണോ, അവരുടെ സംസ്കാരം പോലെയാണോ അവിടുത്തെ അനുയായികൾ കിടപിടിക്കുന്നതെന്ന് സ്വഹാബത്ത് ചോദിച്ചപ്പോ, അലിന്നാസു ഇല്ലാ ഉലൈക, അതല്ലാതെ പിന്നെ മറ്റാരെ കിടപിടിക്കാനാണ്? റസൂലുള്ളാഹി ശരിയല്ലേ? നിന്ന് തിന്നുന്ന സംസ്കാരം പാശ്ചാത്യന്റെ സംസ്കാരമാണ്, നടന്നു തിന്നുന്ന സംസ്കാരം പാശ്ചാത്യന്റെ സംസ്കാരമാണ്, വസ്ത്രങ്ങളിൽ അർദ്ധനഗ്നരായി നടക്കുന്ന സംസ്കാരം പാശ്ചാത്യന്മാരുടെ സംസ്കാരമാണ്. എന്റെ മുസ്ലിം സഹോദരങ്ങളെ, നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ജീവിതത്തിലും ഇന്ന് നമ്മളത് ആവർത്തിക്കപ്പെടുകയല്ലേ? കല്യാണ വീടുകളിൽ വാദ്യ കോലാഹലങ്ങൾ കൊണ്ടും വാദ്യോപകരണങ്ങൾ കൊണ്ടും പാട്ട് ഗാനമേളകൾ കൊണ്ടും നൃത്തം കൊണ്ടും നമ്മുടെ വിവാഹ സദസ്സുകളെ മലീമസമാക്കുമ്പോ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ, തീർച്ചയായും നിക്കാഹിലും ബർക്കത്തുണ്ട്. ബർക്കത്തുണ്ട്. നമുക്ക് തുടങ്ങാം റമദാനിലേക്ക്. നിക്കാഹിലും ബർക്കത്തുണ്ട്. ഇന്ന അളമൻ നിക്കാഹി ബർക ഐസറുഹു മുനാ ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിക്കാഹുകളിൽ, വിവാഹങ്ങളിൽ ബർക്കത്തുള്ള വിവാഹം എന്ന് പറഞ്ഞാൽ ആ മഹർ വളരെ കുറച്ച് ലഘുവായി ആഡംബരങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ലളിതമായ നിലയിലുള്ള നിക്കാഹായിരിക്കണമേ. ആ വിവാഹത്തിലാണ് ബർക്കത്തുള്ളതെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഗാനമേളകളും വാദ്യോപകരണങ്ങളും ഡിജയും നൃത്തമൊക്കെ ചവിട്ടിയിട്ട് അവിടെ കൊണ്ടുവന്ന് ഉസ്താദുമാരെ വെച്ചിട്ട് ആ ഖദർ മണ്ഡപത്തിൽ ദുആ ചെയ്യിപ്പിക്കുകയാണ്. അയ്യുഹൽ സൗജാൻ ബാറകല്ലാഹു ലകുമാ വബാറക അലൈകുമാ, അല്ലാഹുവേ നീ ഇവർക്ക് ബർക്കത്ത് ചെയ്യണേ, ഇവർക്ക് നീ അഭിവൃദ്ധി നൽകണമേ, ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഐശ്വര്യം നൽകണമേ. എങ്ങനെ ദുആ സ്വീകരിക്കും? നിങ്ങൾ പറയും, ആ ദാമ്പത്യ ജീവിതത്തിൽ എങ്ങനെ ബർക്കത്തുണ്ടാവും? ആ മക്കളെ കൊണ്ട് ബർക്കത്തുണ്ടാവില്ല, ആ ഭാര്യയിലും ബർക്കത്തുണ്ടാവില്ല, ആ ഭർത്താവിലും ബർക്കത്തുണ്ടാവില്ല. കാരണം എന്താ? ഇവിടെ ഡിജെ നടത്തി ഗാനമേളയൊക്കെ നടത്തിയിട്ട് ദുആ അർപ്പിക്കണം ഉസ്താദെ കൊണ്ട്. മുല്യാർക്കൊണ്ട് പള്ളിയിൽ പോയി ദുആ അർക്കാൻ മാർഗ്ഗമില്ലല്ലോ, അല്ലെങ്കിൽ അയാളെ പിടിച്ചുവിടൂലേ? നമുക്ക് പിന്നെ പറയാൻ പറ്റും, നിങ്ങൾ നിക്കാഹ് കല്യാണത്തിന് ആഡംബരം നടത്താൻ പാടില്ല പറയാൻ പറ്റില്ല. ഉടനെ മൊയ്ലിയാരെ പള്ളിക്കാർ കമ്പനിക്കാർക്ക് പറയാൻ പറ്റില്ല.
ഉസ്താദന്മാർക്ക് ഹക്കായ ദീൻ പറയാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണ്. പിന്നെ ഞങ്ങൾ പറയും പ്രാസംഗികമാരെ അപേക്ഷിച്ചിടത്തോളം പള്ളിയിൽ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് റാഹത്തായിട്ട് പറയും. നിങ്ങൾ ഈ വർഷം വിളിച്ച അടുത്ത വർഷം വിളിക്കൂല, അത്രേ ഉള്ളൂ. റാഹത്ത സന്തോഷമുള്ള ധൈര്യമായിട്ട് ആരെയും പേടിക്കേണ്ടതില്ല. റാഹത്ത് പറഞ്ഞു കൊടുക്കാൻ സ്വീകരിക്കുന്നവർ സ്വീകരിക്കട്ടെ. വളരെ കഷ്ടപ്പെട്ട് നമ്മൾ ഇവിടെ നിന്നൊക്കെ പൈസ ഉണ്ടാക്കിയിട്ട് അവിടെ കൊണ്ടുപോയി ഗാനമേളക്കാരെ വിളിച്ചു കൊടുക്കുന്ന സമയം കൊണ്ട് ഒരു മൊയിലാരെ വിളിച്ചിട്ട് അത് പറഞ്ഞു വെപ്പിച്ചൂടെ? അങ്ങനെ ഒരു നിക്കാഹ് നടത്തിക്കൂടെ? അങ്ങനെ ഒരു നിക്കാഹ് ഇവിടെ നടത്താൻ ഞാൻ കാസർഗോട്ടുകാരെ കണ്ണുകളടുത്തൊക്കെ ഞാനും പറയാറുണ്ട്. നിങ്ങളൊരു നിക്കാഹിന്റെ സദസ്സിലൊരു വാദവേ അൽഹംദുലില്ലാ ദാമ്പത്യ ജീവിതം എന്തെന്ന് പഠിക്കട്ടെ ഉമ്മത്ത്. കല്യാണ വിവാഹവും വൈവാഹിക ജീവിതം അറിയാതെ കല്യാണം കഴിക്കാണ്. എന്താണ് ഇന്ന ആലമ നിക്കാഹ് ബർക്കത്തുണ്ടാവണം. നിക്കാഹില് എങ്ങനെയാണ് ബർക്കത്തുണ്ടാവുക? ആ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഉണ്ടാകണമെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രവർത്തികൾ നമ്മൾ നടത്തണം. വെറുതെ ചുമ്മാ വലിയ ആഡംബരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ബർക്കത്ത് എന്ന് പറയാൻ നമുക്ക് പറ്റൂല, ഒരിക്കലും പറ്റൂല. അതൊക്കെ വലിയ വിഷയങ്ങൾ തന്നെയാണ്. അപ്പൊ അവിടെയും അല്ലാഹു റസൂൽ ചർച്ച ചെയ്തു, ബർക്കത്ത് ഉണ്ടാകണമെങ്കിൽ വൈവാഹിക ജീവിതത്തിലും നിക്കാഹിന്റെ ജീവിതത്തിലും ബർക്കത്തിന് വേണമെങ്കിൽ ആഡംബരങ്ങൾ ഒഴിവാക്കണമേ. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല നിക്കാഹ്, മാതൃകാപരമായ നിക്കാഹ് അത് നടത്തിക്കൂടെ? എന്നിട്ട് അല്ലാതെ നമ്മൾ വെറുതെ ചുമ്മാ കിടന്ന് ദുആ ചെയ്തിട്ട് വലിയ കാര്യമില്ല. ബാറക്കല്ലാഹു ലക്കുമാ വബാറക അലൈക്കും വജമഅ ബൈനകുമാ ഫീ ഖൈറിൻ വലുത്ഫിൻ വആഫിയ. ഒരിക്കലും ബർക്കത്താവില്ല. അപ്പോ ബർക്കത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്തിലും ബർക്കത്താണ് നമുക്ക് നൽകുന്നത്. ആ സമ്പത്ത് ഹലാലായ സമ്പാദ്യമായിരിക്കണമേ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തആല പറയുകയാണ്, യുതാ യൗമൽ ഖിയാമത്തി ബിഉനാസ് മഅഹും മിനൽ ഹസനാതി കജിബാലി തിഹാമാ. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, തിഹാമ പർവ്വതം പോലെ നന്മകളുമായി ഒരു വിഭാഗം ആളുകൾ മഹ്ശറിന്റെ മൈതാനിയിലേക്ക് നാളെ കടന്നു വരുമ്പോൾ അല്ലാഹു റബ്ബിന്റെ മുന്നിലേക്ക് അവർ ആ നന്മകളുമായി കടന്നു വരികയാണ്. ഉടനെ അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുമുള്ള ഓർഡറാണ്, അവരെ വളരെ വേഗത്തിൽ തന്നെ നരകത്തിലേക്ക് വലിച്ചെറിയുകയാണ്. ബഹുമാനപ്പെട്ട സ്വഹാബാക്കൾ ജിജ്ഞാസയോടെ അത്ഭുതത്തോടെ ചോദിക്കുകയാണ്, നബിയെ അവർ ഒരുപാട് നന്മകൾ ചെയ്തവരാണല്ലോ, ഒരുപാട് നന്മകളുമായി അല്ലാഹുവിന്റെ കോടതിയിലേക്ക് പ്രതീക്ഷയോടെ എത്തിയവരാണല്ലോ, അവരെ എന്തുകൊണ്ടാണ് നാദാ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞതെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിച്ചപ്പോ